ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം ഞങ്ങൾ ശ്രീലങ്കയിലെ കാൻഡിയിലെ സെയിലോൺ ടീ ഫാക്ടറിയിലാണ് കേട്ടോ. ഓപ്പോസിറ്റ് ടീ ഗാർഡനാണ്. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ ചൂട് സമയത്തുകൊണ്ട് ഉണങ്ങി ഒരു ഭംഗിയില്ലാണ്ടിരിക്കുക. നല്ല ക്ലൈമറ്റ്, റെയിനി സീസണിലൊക്കെ അവിടെ നല്ല പച്ചപ്പ്, മൂന്നാർ കണക്കൊക്കെ ആയിരിക്കും എന്നാട്ടോ പറയുന്നത്. അപ്പം ഇതാണ് അവരുടെ എൻട്രൻസ്, ഇതാണ് അവരുടെ ഫാക്ടറി. മോറിസ് എന്ന് പറഞ്ഞൊരു കാറായത്. 1927 ഇതിൻ്റെ ഫസ്റ്റ് രജിസ്ട്രേഷൻ വന്നേക്കണേ. സ്റ്റിയറിംഗ് ഒക്കെ കിട്ടുക, എനിക്ക് ഓടിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. കിടും, ഇതെനിക്ക് ഓടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. വളരെ തിന്നായിട്ടുള്ള സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ, നല്ല കുഷൻ ചെയറും. ഈ സിലോൺ ടീ ഫാക്ടറിയിൽ വരുമ്പോഴത്തേനും മെയിനായിട്ട് നമുക്ക് അട്രാക്റ്റഡ് ആവുന്നത് ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ഈ ഒരു വിൻറ്റേജ് കാറാണ് കേട്ടോ. ഒരു ഹോഴ്സ് കാരേജ് കണക്കൊക്കെ. ബ്രിട്ടീഷുകാരാണ് കേട്ടോ ഇത് ശ്രീലങ്കയിലോട്ട് കൊണ്ടുവന്നേക്കുന്നത്. ഇവിടെ ബ്രാൻഡഡ് ഒക്കെ എഴുതിയിട്ടുണ്ട്, സെയിലോൺ എന്നൊക്കെ ഒരു എംബ്ലം വെച്ചിട്ടൊക്കെ ഉണ്ട്. EL513 ആണ് ഇതിൻ്റെ നമ്പർ. കൊള്ളാം, ഒരു കുതിര ലുക്കൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ ഇവർക്ക് പ്ലാന്റേഷൻ ഉണ്ട്. അവിടെ നിന്ന് ലീവ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് വാഷ് ചെയ്യുന്ന ഡ്രൈ ചെയ്യുന്ന ഏരിയ. ബ്ലാക്ക് ടീയും ഗ്രീൻ ടീയും ഒരേ പ്ലാന്റ് ചെയ്താണ് ഉണ്ടാക്കുന്നത്, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ബ്ലാക്ക് ടീയെ ഫെർമെൻറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്, ഗ്രീൻ ടീ ആണെങ്കിൽ ഫെർമെൻറ്റ് ചെയ്യാണ്ടാണ് ചെയ്യുന്നത്. ഇത് രണ്ട് സ്പെഷ്യൽ കൈൻഡ് ഓഫ് ടീ ആണ്, ഗോൾഡൻ ആൻഡ് സിൽവർ. ഈ പ്ലാന്റിന്റെ ഈ ടോപ്പിലെ ടിപ്പ് മാത്രമേ അവർ പറിച്ചെടുക്കത്തുള്ളൂ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഗോൾഡൻ ആൻഡ് സിൽവർ ടീ ഉണ്ടാക്കാനായിട്ട് ഇതിന്റെ ടിപ്പ് മാത്രമേ അവർ ഉപയോഗിക്കത്തുള്ളൂ. പറിച്ചിട്ട് സൂര്യനില്ലേ അതിൽ തന്നെ ഉണക്കി അവർ. ഓക്കെ, വേറെ ഒരു പ്രോസസ്സ് ഇല്ല. അതായത് സിൽവറിനും ഗോൾഡനും സൺഡ്രൈഡ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു പ്രോസസ്സും. ടീ ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലീവ്സിനെയൊക്കെ വാഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ആ പ്രോസസ്സൊക്കെ നടക്കുന്ന ഇവിടെയാണ്. ഈ ഒരു മെഷീനിൽ കൂടെ ഇങ്ങനെ പോയിട്ട് അത് തന്നെ ഡ്രൈ ആക്കി എടുക്കും ലീവ്സിനെ മൊത്തം. സെക്കൻഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് സ്മാഷിംഗ് ആണ്. ഇത് ഈ ഒരു മെഷീൻ വെച്ചിട്ട് അവരെല്ലാം സ്മാഷ് ചെയ്തെടുക്കുന്നത്. ഇത് ഇപ്പോൾ അവരുടെ കയ്യിലിരിക്കുന്നത് സ്മാഷ് ചെയ്ത് 2 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്തെടുത്ത ടീ ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കളർ ചേഞ്ച് വന്നത്. ഇത് ഡ്രയർ റൂമാണ്. ഇത് രണ്ടും ഡ്രയർ മെഷീൻസ് ആണ് കേട്ടോ. അവിടെ 2.5 മണിക്കൂർ നമ്മൾ ഫെർമെൻറ്റ് ചെയ്തിട്ട് ലീവ്സിനെ ഓക്സിഡൈസ് ചെയ്യുന്നത്, ആ ഒരു ബ്ലാക്ക് കളറൊക്കെ വരുത്തുന്നത്. അങ്ങനെ ബ്ലാക്ക് കളർ വരുത്തിയ ടീ ആണ് നമ്മുടെ ബ്ലാക്ക് ടീ. അല്ലാത്തത്, അതായത് ഈ ഫെർമെൻറ്റേഷൻ നടത്താത്ത ടീ ആണ് ഗ്രീൻ ടീ. ഇതെനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് അതിനൊരു ആൻസർ കിട്ടിയത്. കാരണം ഈ ഓക്സിഡൈസ് ചെയ്യുമ്പോഴേ, അതായത് ഫെർമെൻറ്റേഷൻ ചെയ്യുമ്പോഴാണ് ആ ബ്ലാക്ക് ടീക്ക് ബ്ലാക്ക് കളർ വരുന്നത്. ഈ ഗ്രീൻ ടീക്ക് എന്താ ഗ്രീൻ കളർ വരുന്നത് നമുക്കൊക്കെ ഭയങ്കര ഡൗട്ട് ആയിരുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ 2.5 മണിക്കൂർ ഫെർമെൻറ്റേഷൻ ചെയ്താലേ ഈ ബ്ലാക്ക് കളർ വരുള്ളൂ. അല്ലാതെ വരുന്നത്, അതായത് ഡയറക്റ്റായിട്ട് ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് വരുന്നതുകൊണ്ടാണ് അതിന് ആ ഗ്രീൻ കളർ തന്നെ വരുന്നത്. ഈ സ്റ്റെംസ് ഒക്കെ ഇവർ എടുക്കും, വേർതിരിച്ചെടുക്കും. എന്നിട്ട് അതിനെ കമ്പോസ്റ്റ് ആയിട്ട് അവർ ഉപയോഗിക്കുന്നത്, അല്ല ടീയിൽ ഉപയോഗിക്കത്തില്ല കേട്ടോ. സ്റ്റെംസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ലീവ്സിനെ ഡ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇപ്പോഴും വുഡൻ ബേർണേഴ്സ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രിസിറ്റിയോ ഗ്യാസോ ഒന്നും ഉപയോഗിക്കുന്നില്ല, നാച്ചുറൽ പ്രോസസ് ആണ് കേട്ടോ. ഫയർവുഡ്സ് മാത്രമേ ഇവർ ഉപയോഗിക്കുന്നുള്ളൂ. ആ ഫയർവുഡ്സ് ഇവിടെ ചുറ്റും ഇവരിങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു നാച്ചുറൽ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് അവരിപ്പോഴും ഈ വുഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഗ്യാസിലാണെങ്കിലും ഇലക്ട്രിക് ആണെങ്കിലും ആ ഒരു ടേസ്റ്റിന് വ്യത്യാസം വരും. ഇവിടെയാണ് ഫൈനൽ സ്റ്റേജ് നടക്കുന്ന സ്ഥലം. ഡിഫറെൻറ്റ് സൈസിലുള്ള ടീ ലീവ്സില്ലേ, അതിന് ഡിഫറെൻറ്റ് ടേസ്റ്റും ആയിരിക്കും. ഇതേ കണ്ടോ, ഇത് അവർ വേർതിരിച്ച് വെച്ചേക്കുന്നത്. ഇതേ കണക്ക് വലിയ ലീവ്സ് ആണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് വരും. ഇത് ലൈറ്റ് ആയിട്ടുള്ള ടേസ്റ്റേ തരുള്ളൂ ഈ ബിഗർ വൺസ്. സ്മോളർ വൺസ് ആണെങ്കിൽ നല്ല സ്ട്രോങ് ആയിരിക്കും. ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള തേയിലപ്പൊടിയില്ലേ, അത് ലോ ക്വാളിറ്റി ആണ് കേട്ടോ. കാരണം അതിനകത്ത് സ്റ്റെംസ് ഉണ്ടായിരിക്കും, പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് സ്റ്റെംസ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ ലീവ്സ് മാത്രമുള്ളത് ഹയർ ക്വാളിറ്റിയാണ്, കാരണം അതിനകത്ത് സ്റ്റെംസ് ഉണ്ടായിരിക്കത്തില്ല. എത്രത്തോളം ഫൈൻ ആവുന്നോ അതനുസരിച്ചിട്ട് ക്വാളിറ്റിയിൽ ചേഞ്ചസ് ഉണ്ടാവും. ഇത് സാമ്പിൾ ബോക്സ് ആണ് കേട്ടോ. ഇത് ഗോൾഡൻ ടിപ്സ്, റൈറ്റ്, സിൽവർ ടിപ്സ്. ഇത് ഗ്രീൻ ടീ, ഇത് ബ്ലാക്ക് ടീ വെറൈറ്റിയാണ്. ഇത് റെഫ്യൂസ് ടീ. ഓക്കെ, ഇത് കമ്പോസ്റ്റ്, അതെ സ്റ്റെം, റൈറ്റ്. ഇത് സ്റ്റെംസ് ആണ്. ഇത് ഇത്രയും ബ്ലാക്ക് ടീ. ബ്ലാക്ക് ടീയും ഗ്രീൻ ടീയും ഒരേ പ്ലാന്റിൽ നിന്നാണ്, പക്ഷേ ഡിഫറെൻറ്റ് പ്രോസസ്സാണ്. ബ്ലാക്ക് ടീ ആണെങ്കിൽ ഫെർമെൻറ്റ് ചെയ്യും, ഗ്രീൻ ടീ ആണെങ്കിൽ ഫെർമെൻറ്റ് ചെയ്യത്തില്ല, ഡയറക്റ്റ് ആയിട്ട് ഡ്രൈ ചെയ്തെടുക്കത്തേ ഉള്ളൂ. സിൽവർ ടീയും ഗോൾഡൻ ടിപ്സും സിൽവർ ടിപ്സും നമുക്ക് 3 പ്രാവശ്യം ടീ ഇടാം റീയൂസ് ചെയ്തിട്ട്. എന്നിട്ട് അവസാനമായിട്ട് ആ ടീ ലീവ്സിന് നമുക്ക് കഴിക്കാം. എക്സ്പോർട്ട് ചെയ്യത്തില്ല.
ഓക്കെ, ഈ ഗോൾഡൻ സിൽവറും എക്സ്പോർട്ട് ചെയ്തില്ല കേട്ടോ, നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇവിടെ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ടീ ഒക്കെ തരും. ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്കത് ട്രൈ ചെയ്തിട്ട് മേടിക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറൊക്കെ അവരടുത്ത് പറയാം കേട്ടോ. അപ്പോൾ അവർ നമുക്ക് അതിൻ്റെ സാമ്പിളൊക്കെ തരും. എന്നിട്ട് നമുക്ക് കുടിച്ച് നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നമുക്ക് മേടിക്കാം. പിന്നെ ഇവിടെ വരുന്നത് കംപ്ലീറ്റ് ചൈനീസ് ടൂറിസ്റ്റ് ആണ് കേട്ടോ. ഫോറിനേഴ്സ് കുറച്ചേ ഉള്ളൂ, പക്ഷേ കംപ്ലീറ്റ് ബാക്കി എല്ലാം ചൈനയിൽ നിന്ന് വരുന്ന ആൾക്കാർ. നമുക്കവർ ടീ ഒക്കെ തന്നു കേട്ടോ. BOP ടീയാണ് അവർ നമുക്ക് സെർവ് ചെയ്തത്. ഇത് നമ്മുടെ ജാഗരി. അവർ പറഞ്ഞു ഇത് കപ്പിലിട്ട് മിക്സ് ചെയ്ത് കുടിക്കല്ലേ, ജസ്റ്റ് ഒരു കയ്യിലെടുത്തിട്ട് ബൈറ്റ് ചെയ്യുക, സിപ്പ് ചെയ്യുക, അങ്ങനെയാണ് കഴിക്കേണ്ടത്. നോക്കട്ടെ, നല്ല ഹോട്ടാണ് കേട്ടോ ടീ. നിങ്ങളെ വീട്ടിലെ ശർക്കര എടുത്ത് കഴിച്ചിട്ട് ടീ കുടിച്ച് നോക്കുക കേട്ടോ, ഭയങ്കര നല്ലതാണ്. എനിക്ക് നല്ലോണം ഇഷ്ടമായി. നമ്മൾ ഒരു മിൻ ടീ ബാഗ് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. 2000 റുപ്പീസാണ്. ഇവർ കണ്ടോ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്നത് കണ്ടോ. ഓരോ രാജ്യത്ത് പോകുമ്പോൾ അവരുടെ രീതി ഭയങ്കര വ്യത്യാസമല്ലേ. ഹോസ്പിറ്റാലിറ്റിയിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ തമിഴ് സംസാരിക്കുന്നവരെ സാരി ഉടുത്തേക്കുന്നത്, അവരുടെ ട്രഡീഷണൽ അറ്റയർ ധരിച്ചിരിക്കുന്നവർ സിംഹള സംസാരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ആക്ച്വലി കാൻഡി ബൊട്ടാനിക്കൽ ഗാർഡനിലാട്ടോ പോയത്. അവിടെ പോയി ടിക്കറ്റ് നോക്കിയപ്പോഴത്തേനും 6000 റുപ്പീസാണ് വന്നത്. അപ്പോൾ അത്രയും റേറ്റ് കൊടുത്തിട്ട് നമുക്കൊരു ബൊട്ടാനിക്കൽ ഗാർഡൻ കാണാനൊന്നും വേണ്ട, നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഗാർഡൻസ് ഒക്കെ. അങ്ങനെ അപ്പോൾ ഞങ്ങളുടെ ഓട്ടോ ചേട്ടൻ പറഞ്ഞു ഇത്ര റേറ്റ് കൊടുത്താൽ ഞങ്ങൾ കയറണ്ട, വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകുന്നത്. അങ്ങനെ വന്നയാ. കണ്ടോ ഈ മരം കണ്ടോ, ഭയങ്കര രസമല്ലേ. ഇത് ആക്ച്വലി ഒരു ഒറ്റ മരത്തിൻ്റെ ചില്ലയാണ് കേട്ടോ, ഇങ്ങനെ വളഞ്ഞ് പോകുന്നത്. പക്ഷെ പല പല മരം നിൽക്കുന്നതായിട്ട് തോന്നും, കാരണം ഇതിൻ്റെ ശിഖരങ്ങൾ ലാൻഡിൽ ഇങ്ങനെ തട്ടിയിട്ട് വേറൊരു മരമായിട്ട് ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. രാത്രിയൊക്കെ ഇതിനകത്ത് വരുന്നതെങ്കിൽ ഭയങ്കര ഒരു പേടിപ്പെടുത്തുന്ന ഒരു രൂപമായിരിക്കും ഇതിന്. ഇത് കാൻഡി മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അടുത്തായിട്ട് വരുന്ന ഒരു സ്പോട്ടാണ്. ഒത്തിരി വർഷം പഴക്കമൊക്കെ ഉണ്ടാവും എന്തായാലും, കാണുമ്പോൾ തന്നെ അറിയാം. എങ്ങനെ പോയാലും ഒരു 100 വർഷം പഴക്കം ഉറപ്പിച്ചോ. 100 വർഷമല്ല, അതിൽ കൂടുതലൊക്കെ കാണും കേട്ടോ. ഈ ട്രീ ആക്ച്വലി ബനിയൻ ട്രീ തന്നെയാണ് കേട്ടോ, അതായത് നമ്മുടെ ആൽമരം തന്നെയാണ്. പക്ഷേ ഇതിന് ഫിക്കസ് ബെഞ്ചമീന എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഞാൻ ഈ ഫോട്ടോ എടുത്തിട്ട് ഗൂഗിൾ ലെൻസിൽ കയറിയൊന്ന് സെർച്ച് ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷനാണ്. ഇത് കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല. ഇവിടെ ചോദിച്ചിട്ട് ഇവിടെ ആർക്കും ഈ മരം എന്താണെന്നൊന്നും വലിയ പിടിയൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കാൻഡി ബൊട്ടാനിക്കൽ ഗാർഡൻ, അവിടെയും ഇതേ സിമിലർ ആയിട്ടുള്ളൊരു ട്രീ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ ആൾക്കാർ കൂടുതലായിട്ട് അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഈ ചേട്ടൻ പറഞ്ഞത് നമുക്ക് അവിടെ പോകണ്ട, അതിന് പകരം നമുക്ക് അതേ സിമിലർ ആയിട്ടുള്ള ഒരു പ്ലേസ് ഇവിടെ ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. ഫോട്ടോസൊന്നും എനിക്ക് അങ്ങനെ എടുക്കാൻ വലിയ താല്പര്യമില്ല, പക്ഷെ എനിക്ക് വീഡിയോസ് വീണ്ടും എടുത്തെടുത്ത് നിൽക്കാൻ തോന്നാം. നമ്മുടെ നാട്ടിൽ ആൽമരമൊക്കെ ഇല്ലേ, അത് ഒരു ഭംഗിയാണ്, പക്ഷെ അതിൻ്റെയൊക്കെ ഒരു 10 ഇരട്ടി ഭംഗിയാട്ടോ ഇത്. എനിക്ക് ആൽമരമൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു മിനി ഫോറസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. മിനി ഫോറസ്റ്റ് എന്നല്ല, ഒരു തോട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം കുറേ മരങ്ങൾ നിൽക്കുന്ന കണക്ക് തോന്നും ഈ ഒരൊറ്റ മരം. ഞാൻ ശരിക്കും അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് വരുന്നില്ല, കാരണം എനിക്ക് ആ ഭാഗം ഭയങ്കരമായിട്ട് ഇഷ്ടമായ കണ്ട ഓട്ടോ ചേട്ടൻ ഞങ്ങളെ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലോട്ട് കൊണ്ടുവന്നിട്ടോ. ശരിക്കും ഇതാണ് ഫോറസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ശരിക്കും ഇത് ഒറ്റ മരമാണ്, ഇതൊരു മരമാണ്. പക്ഷേ ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ മാറി ഒരു ഏരിയ കംപ്ലീറ്റ് ഇങ്ങനെ ഫോറസ്റ്റ് കണക്ക് നിൽക്കുക. നമ്മൾ നടന്നാലൊന്നും കുറേ സമയമൊക്കെ എടുക്കും കേട്ടോ. അത്രയും അങ്ങ് ദൂരത്ത് വരെ ഈ ഒരു മരം പടർന്ന് കിടക്കുന്നത്. ഇത് ഞാൻ ശരിക്കും മുമ്പ് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കൊരു തോട്ടുണ്ട്. കൈൻഡ് ഓഫ് 1 ഏക്കറിലെങ്ങാണ്ടോ ഈ മരം ചുറ്റി കിടക്കുന്നത്. ശ്രീലങ്കയിലാണ്, എൻ്റെ ഒരു ചെറിയൊരു ഓർമ്മയാണ് വായിച്ചിട്ടുള്ളതായിട്ട്. ഒരു ആൽമരം തന്നെ 1 ഏക്കർ വിസ്തൃതിയിൽ ഇങ്ങനെ ചുറ്റിക്കിടപ്പുണ്ടായിട്ട് എൻ്റെ ഒരു ഓർമ്മയിലുണ്ട്. അത് മേ ബി ഇതായിരിക്കും ആ ഒരു ഏരിയ. അങ്ങ് ദൂരത്തൊക്കെ ഈ മരം ഇങ്ങനെ വളർന്ന് പടർന്ന് അവിടെ നിന്ന് വേറൊരു മരമായിട്ട് ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ആൾക്കാരൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്നൊക്കെ ഉണ്ട്. എൻ്റെ ഫോണിൻ്റെ ചാർജ് തീരാറായി, ഇല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ സെർച്ച് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ഒരു വിസ്തൃതി മൊത്തം ഞാൻ കാണിച്ചു തന്നേനെ. അപ്പോൾ ഞാൻ ഫോൺ ചാർജ് ചെയ്തിട്ട് ഇതേ കണക്കൊരു വലിയ മരമില്ലേ, ഇതേ കണക്ക് ഒരു 10, 20 കൂടുതൽ മരങ്ങൾ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഓരോ ബ്രാഞ്ച് ചെന്നിട്ട് ആ മരമായിട്ട് വരുന്നത്
ഒറ്റ മരം ആക്ച്വലി, പക്ഷേ 20 വലിയ മരങ്ങൾ നിൽക്കുന്ന കണക്കുണ്ട്. എനിക്ക് എങ്ങനെ ഇത് പറഞ്ഞു തരേണ്ടതെന്ന് അറിയത്തില്ല, കാരണം ചാർജ് തീരുന്ന ഒരു വെപ്രാളമുണ്ട് എനിക്ക്. എന്തായാലും ഇതാണ് മറ്റതിനേക്കാളും ഭയങ്കര രസമാണ് കേട്ടോ. നല്ല തണലും. ഇവിടെ പഠിക്കുന്ന പിള്ളേരുടെ ഭാഗ്യം കേട്ടോ. ഇതൊരു യൂണിവേഴ്സിറ്റി കോളേജാണ്. അവർക്കൊക്കെ ഇവിടെ വന്ന് ഒത്തിരി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമല്ലോ, ഹാങ് ഔട്ട് ചെയ്യാം. നമുക്കൊക്കെ ഇത് ഭയങ്കര എന്തോ വലിയ സംഭവം. ഇവിടെ ഉള്ളവർക്ക് ഒരു ഇതുമില്ല, കാരണം അവർ ഡെയിലി കാണുമല്ലേ. അപ്പം ടാറ്റ. എൻ്റെ ഫോണിൻ്റെ ചാർജ് തീരാറായി. ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷന് പോകുന്നതിന് മുമ്പ് എനിക്ക് ചാർജ് ചെയ്യണം. എൻ്റെ കയ്യിൽ പവർ ബാങ്കേ ഉള്ളൂ. പവർ ബാങ്കിൽ നിന്ന് പെട്ടെന്ന് ചാർജ് കയറത്തില്ലല്ലോ. അപ്പോൾ ടാറ്റ. വിഷമത്തോടെയാണെങ്കിലും ടാറ്റ. നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ലയോൺസ് കഫേയിലാണ് കേട്ടോ വന്നത്. ഇത് 1958 മുതൽ ഉള്ളൊരു റെസ്റ്റോറൻ്റാണ് പറഞ്ഞു കേട്ടത്. നോക്കാം. ഞാൻ ബീഫ് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ചൂടോടെ നല്ല ക്വാണ്ടിറ്റിയിൽ അവർ കൊണ്ടുവന്നു കേട്ടോ. അവിടെ നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം അവർ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് തന്നെ. വെജിറ്റബിൾസ് ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അതേ കണക്കിന് ബീഫിൻ്റെ ചെറിയ ഇങ്ങനെ പീസസ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. വെജിറ്റബിൾസാണ് കൂടുതൽ ക്വാണ്ടിറ്റിയിലുണ്ടായിരുന്നത്. ടേസ്റ്റൊക്കെ നല്ലതാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും നല്ലതാണ് കേട്ടോ. കാരണം ശ്രീലങ്കയിൽ കൂടുതൽ ചൈനീസ് ഇൻഫ്ലുവൻസ് ഉള്ളത് കാരണം കുറച്ചുകൂടെ ആ ഒരു ചൈനീസ് ടേസ്റ്റ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നു. ഇതാണ് കാൻഡിയിലെ ബുദ്ധ ടൂത്ത് ടെമ്പിൾ കേട്ടോ. ബുദ്ധയുടെ ടൂത്ത് ഈ ടെമ്പിളിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ഫ്രണ്ട് പോർഷനാണ്. നല്ല രസമുണ്ട്. ഒത്തിരി പ്രാവും കാര്യങ്ങളും ഒക്കെ, ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. നമ്മുടെ കാൻഡി ലേക്കിൻ്റെ സൈഡിലായിട്ടാണ് ഇത് വരിക. അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണാവേ. ഇവിടെ മെയിൽസിനും ഫീമെയിൽസിനും പ്രത്യേക എൻട്രി ആണ് കേട്ടോ. അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ പോലീസിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാം. നമ്മൾ പോലീസ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ വലത് സൈഡിലായിട്ട് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ശ്രീലങ്ക, അതായത് സേന നായിക എന്നാണ് കേട്ടോ ഈ പുള്ളിക്കാരൻ്റെ പേര്. ഈ സേന നായികയാണ് ശ്രീലങ്കയിലെ ഫാദർ ഓഫ് ദി നേഷൻ. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുമ്പോൾ അതേ കാണുന്നില്ല കെട്ടിടം, അതാണ് ടെമ്പിൾ കേട്ടോ, ടൂത്ത് ടെമ്പിൾ. ഈ ടെമ്പിളിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും അലൗഡ് അല്ല. നമ്മൾ പുറത്തുനിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വേണം അതിനകത്ത് കയറാനായിട്ട്. ഈ ഒരു സ്റ്റാച്ചു കണ്ടോ, ഇതേ ഒരു കുഞ്ഞു ചെക്കൻ നിൽക്കുന്നില്ലേ, ഇത് ചൈൽഡ് ഹീറോ ഓഫ് ബദുമ എന്നാണ് കേട്ടോ പറയുന്നത്. അതായത് 9 വയസ്സുകാരനാണ് പുള്ളിക്കാരൻ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, കുറച്ച് സെർച്ച് ചെയ്യാനിരിക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കാം. നമ്മൾ ഈ ടെമ്പിളിലോട്ട് പോകുന്ന വഴിക്ക് കണ്ടൊരു ട്രീ ആണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലവർ നമ്മുടെ ബുൾസൈയില്ലേ, എഗ് ബുൾസൈ, അതേ കണക്കുണ്ട്, വൈറ്റിനകത്ത് യെല്ലോ കളറ്. ഈ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്തത് മുന്നത്തെ ഫോർമൽ ഓഫ് കാൻഡിയുടെ റോയൽ പാലസ് കോംപ്ലക്സിലാണ് കേട്ടോ. ഏൻഷ്യൻ ടൈം മുതലേ തന്നെ ഈ ഒരു റെലിക്കും ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് റോള് വഹിക്കുന്നുണ്ട്. കാരണം അതായത് ഇവിടുത്തെ പൊളിറ്റിക്സിൽ, കാരണം ഇത് ആരുടെ കൈവശമാണോ അവരായിരിക്കും ഇതിൻ്റെ ഗവർണൻസ് ഓഫ് കൺട്രി. അതായത് ഈ കൺട്രിയുടെ ഗവർണൻസ് ഇത് ആരാണോ കൈവശം വച്ചേക്കുന്നത് അവരുടെ കയ്യിലായിരിക്കും. ബുദ്ധയുടെ ടെമ്പിൾ ഇതിനകത്തുള്ളത് കാരണം ഇത് വേൾഡ് ഹെറിറ്റേജിൻ്റെ ഭാഗമാണ് കേട്ടോ. ഈ ടെമ്പിളിൻ്റെ ഫൗണ്ടർ വിമല ധർമ്മ സൂര്യാണ് കേട്ടോ. 1595 ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞത്. അത്രയും വർഷം പഴക്കമുള്ള കെട്ടിടമായത്. ടിക്കറ്റ് കൗണ്ടർ അങ്ങോട്ടാണ്. ഇത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് കേട്ടോ. കാരണം ഇതിനകത്ത് ബുദ്ധയുടെ ടീത്ത് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ ഭാഗമാകെ ഇതിന് പറ്റിയത്. നല്ല കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെ കേട്ടോ. എന്താ പറയാനാ, ഒരു ശ്രീലങ്കൻ വൈബ് തരുന്നൊരു നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു കെട്ടിടമായത്. ഇത് ആ ടെമ്പിളിൽ ഓഫറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. ഇവിടെ നിന്ന് മേടിച്ചിട്ട് അവർ കൊണ്ടുവെക്കുന്നത്. പിന്നെ ആ ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഒട്ടുമിക്ക ആൾക്കാരും വൈറ്റ് ഇട്ടിട്ടാണ് പോകുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫോറിനേഴ്സും അങ്ങനെയല്ല, കുറേ പേര് വൈറ്റൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. ഇത് കണ്ടോ, ഇതൊരു ആർക്കിയോളജിസ്റ്റ് സൈറ്റാണ് കേട്ടോ. അതായത് കാൻഡി ലേക്കിൻ്റെ തീരത്താണ് സംഭവം ഉള്ളത്. ഇതിൻ്റെ ഹിസ്റ്ററി എന്താ വെച്ചാൽ, ഈ ശ്രീലങ്കയിലെ അവസാനത്തെ രാജാവായിട്ടുള്ള ശ്രീ വിക്രമസിംഗാണ് ഈ ഒരു കെട്ടിടം നിർമ്മിച്ചത്. കാരണം ഈ പുള്ളിക്കാരന് ഒരു കുളക്കടവ് അല്ലെങ്കിൽ കുളിക്കാനുള്ള പണ്ടത്തെ കാലത്ത് ഒരു സ്വിമ്മിംഗ് പൂളായിട്ടാണ് ഇത് നിർമ്മിച്ചേക്കുന്നത്. ഈ കെട്ടിടത്തിൻ്റെ പകുതി ഭാഗം കരയിലും ബാക്കി പകുതി ലേക്കിനകത്തുമായിട്ടായിരിക്കുന്നത്. ഈ ലേക്കിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ടണലുണ്ട്. അപ്പോൾ അതുവഴിയിട്ടാണ് ഈ ഒരു കെട്ടിടത്തിനകത്തോട്ട് വെള്ളം കയറുന്നത്. ഇവിടെ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മേ ബി രാത്രിയിൽ നല്ല ലൈറ്റിംഗ് ആയിരിക്കും ഇതിനകത്ത്. ചുരുക്കി പറഞ്ഞാൽ രാജാവിനെ കുളിക്കാനുള്ളൊരു പണ്ടത്തെ ഒരു സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കണ്ടോ, ലേക്കിനെ ഫേസ് ചെയ്തിട്ട് ഈ ഒരു കെട്ടിടം ഇരിക്കുന്നത്.
ഈ ഭാഗത്തായിട്ടാണ് ടണൽ വരുന്നത്. ഈ ടണലിനകത്തൂടെ വെള്ളം കയറി പോകുന്നത്. ഇത് ശരിക്കും ആ രാജാവ് പണിതത് ഒരു നിലയായിട്ടാണ്, പക്ഷെ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോർ കൂടെ പണിതു. അങ്ങനെ ഇത് 2 നില കെട്ടിടമാണ് കേട്ടോ. ഇപ്പോൾ ഇത് പട്ടാളത്തിൻ്റെ പ്രൊട്ടക്ഷനിലൊക്കെ ഇരിക്കുന്നത്. അവർ മുകളിൽ ഒക്കെ നിൽപ്പുണ്ട് കേട്ടോ, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് തോക്കൊക്കെ വെച്ചിട്ട്. കാൻഡി ലേക്കിൻ്റെ സൈഡിലായിട്ട് ഫോട്ടോഷൂട്ട് നടപ്പുണ്ടായിരുന്നു. അതിൽ ഒരാളാണെങ്കിൽ ശ്രീലങ്കൻ ട്രഡീഷണൽ വെയറാണ് ധരിച്ചിരുന്നത്. ഈ കല്യാണത്തിനൊക്കെ വിടത്തില്ലേ, അതേ കണക്ക് അവർ ഒരുങ്ങിയിട്ടുള്ള. ഒരാളാണെങ്കിൽ റിസപ്ഷൻ ഡ്രസ്സുമായിരുന്നു. തൽക്കാലം ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ശ്രീലങ്കയിലെ ഫയർ ഡാൻസും പിന്നെ കുറച്ച് ട്രഡീഷണൽ ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. ടാറ്റാ.